വയനാട് പുത്തുമലയിൽ കാട്ടാന ആക്രമണത്തിൽ സ്ത്രീ മരിച്ചു. പുത്തുമല സ്വദേശി ജെസ്സി ആണ് മരിച്ചത്. ഭർത്താവിനൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിക്കുമ്പോഴായിരുന്നു ആനയുടെ ആക്രമണം. ജെസ്സിയുടെ കുടുംബത്തിന് അടിയന്തരമായിട്ട് 5 ലക്ഷം രൂപ കൈമാറുമെന്ന് വനം വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കുടുംബത്തിൽ ഒരാൾക്ക് വനം വകുപ്പിൽ താൽക്കാലിക ജോലി നൽകുമെന്നും വയനാട് DFO ആഷിഖ് അലി പറഞ്ഞു. അടിയന്തരമായിട്ട് വേണ്ടതെല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വനം വകുപ്പ് 10 ലക്ഷം രൂപയാണ്. അതിൽ 5 ലക്ഷം രൂപ നമ്മൾ ഇന്ന് തന്നെ വിതരണം ചെയ്യും. പിന്നെ കുടുംബത്തിൽ ആർക്കാണ് താൽക്കാലിക ജോലി നമ്മൾ ഉടൻ തന്നെ കൊടുക്കുന്നതാണ്. ആരാണ് താല്പര്യപ്പെടുത്താൻ അറിയിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉടൻ തന്നെ കൊടുക്കുന്നതാണ്. ബാക്കി എല്ലാ നടപടികളും നമ്മൾ കൂടുതൽ ധനസഹായം ലഭിക്കാനുള്ളത് നമ്മൾ സർക്കാരിലോട്ട് അറിയിക്കുന്നതാണ്. പിന്നെ ബഹുമാനപ്പെട്ട വനമന്ത്രിയും സിദ്ദിഖ് മിനിസ്റ്റർ ഇടപെട്ടിട്ടുണ്ട്. ഒരു ഉന്നതതല യോഗം ഈ 30-ാം തീയതി തന്നെ വയനാട്ടിൽ വെച്ച് ചേരുന്നുണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നതാണ്. സ്ഥിരമായി ആന ഇറങ്ങുന്ന സ്ഥലമാണെന്നും പരാതിപ്പെട്ടിട്ടും നടപടിയില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ഫോറസ്റ്റ് ഓഫീസിൻ്റെ കൺമുമ്പിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ഒരു സംഭവം നടന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട്. നമ്മളെ മക്കൾ മുഴുവൻ കൽപ്പറ്റ, മേപ്പാടി, ബത്തേരിയൊക്കെ ജോലിക്ക് പോകുന്ന ആളുകൾ ഉള്ള സ്ഥലം. രാത്രി 12 മണിക്കൊക്കെയാണ് മക്കൾ തിരിച്ച് വീട്ടിലെത്തുക. എന്നും ആന കൊണ്ട് വണ്ടി വഴിയിലൊക്കെ നിർത്തിയിട്ട് ആന പോകുന്നവരെ കാത്തിരുന്നിട്ടൊക്കെയാണ് ആളുകൾ വീട്ടിലെത്തുന്നത്. ഇപ്പോൾ ഇത്രയും ഒരു സംഭവം ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിലാണ് നടന്നിട്ടുള്ളത്. ഇതിനെതിരെ ശക്തമായൊരു പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഞങ്ങൾ ഒരുപാട് കാലങ്ങളായിട്ട് DFOനോടും റേഞ്ചറോടും ഒക്കെ നമ്മൾ ഈ നാട്ടുകാർ ആവശ്യപ്പെടുന്ന ഈ ആനനെ തുരത്താനുള്ളൊരു പരിപാടി ചെയ്യണം. ഇതില്ല, അവർ 2 പടക്കം പൊട്ടിക്കും പോകും. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സംരക്ഷിക്കേണ്ടത് മനുഷ്യന്മാരെ സംരക്ഷിക്കേണ്ടത്. അവർ നിലകൊള്ളുന്നത് തന്നെ മൃഗങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. മൃഗങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും കാട്ടുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് അവർ നിലകൊള്ളുന്നത്. മനുഷ്യന്മാർക്ക് എന്ത് വിലയുള്ളത്? ഇപ്പോൾ ഇന്ന് സംഭവിച്ചത് ആ ചേച്ചി ആ ചേട്ടനും അവർ ജീവിക്കാൻ വേണ്ടിയിട്ട് വകുപ്പില്ലാതെ അവർ സുഖമില്ലാത്തൊരു മനുഷ്യനാണ് ആ ഷാജേട്ടനൊക്കെ. ഈ സുഖമില്ലാത്ത ആളാണ് അയാളൊക്കെ ഒരു വകുപ്പ് ഒരു വിധമാണെങ്കിൽ സുഖം ഉണ്ടെങ്കിൽ അയാൾ വീട്ടിൽ നിൽക്കൂലേ? അയാളൊരു വകുപ്പില്ലാത്തതുകൊണ്ട് അയാളെ ഭാര്യയും കൂട്ടി അയാൾ രാവിലെ പോകുന്ന പോക്കിലാണ് രാവിലെ ആനന് മുമ്പ് പെട്ടത്. കൂടുതൽ വിവരങ്ങൾ അവിടെ നിന്ന് ലിൻഡോ തോമസ് നൽകും. ലിൻഡോ, ഇത് അങ്ങേയറ്റം സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണല്ലോ. ഭർത്താവും ഭാര്യയും കൂടെ സ്കൂട്ടറിൽ പോകുമ്പോഴാണ് ആനയുടെ ആക്രമണം. ഭർത്താവിൻ്റെ മുന്നിൽ വെച്ച് ഭാര്യയെ ആന കൊല്ലുകയാണ്. അങ്ങേയറ്റം സങ്കടകരവും ഞെട്ടിക്കുന്നതുമായിട്ടുള്ള കാര്യമാണ്. ബന്ധുക്കളുടെയും നാട്ടുകാരുടെയൊക്കെ ആ തരത്തിലുള്ളൊരു ആഘാതം, ഞെട്ടലൊക്കെ നമുക്കിപ്പോൾ ഓർക്കാൻ പോലും സാധിക്കുന്നതല്ല. എന്താണ് ഇത് ഇങ്ങനെ ഉണ്ടാകാനുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത്? സനീഷ്, ഇന്ന് രാവിലെ 7:50 ഈ ജെസ്സിയും ഭർത്താവ് ഷാജിയും കൂടി, ജെസ്സി ഈ സമീപത്തെ മേപ്പാടിയിലുള്ള സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരിയാണ്. ആ സ്വകാര്യ ആശുപത്രിയിലേക്ക് ജോലിക്കായി ഭർത്താവ് കൊണ്ടുവിടുന്ന സമയത്താണ് പെട്ടെന്ന് ഈ വനഭാഗത്തു നിന്നും കാട്ടാന വരുന്നതും ആക്രമിക്കുന്നതും. ആക്രമണത്തിൽ ജെസ്സിക്ക് ഗുരുതരമായി പരിക്കേറ്റു, ഒപ്പം ഷാജിക്കും പരിക്കേറ്റിരുന്നു. ഉടൻ തന്നെ ഈ ജെസ്സിയെ സമീപത്തെ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കൊല്ലപ്പെടുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഈ പ്രദേശം എന്ന് പറയുന്നത് പുത്തുമലയോട് ചേർന്ന് കിടക്കുന്ന കള്ളാടി ചൂണ്ടി മേഖലയാണ്. 2 ഭാഗത്തും വനമേഖലയിലൂടെ റോഡ് കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. ഇവിടെ നിരന്തരമായി ആന ഇറങ്ങുന്ന സാഹചര്യമുണ്ടെന്നും എന്നാൽ വനം വകുപ്പ് കൃത്യമായ രീതിയിൽ ഒരു തരത്തിലുള്ള നടപടിയും ഈ ഭാഗത്തൊന്നും സ്വീകരിച്ചിട്ടില്ല എന്നും ഇത്തരത്തിൽ ആളുകൾ കൊല്ലപ്പെടുന്നത് വലിയ രീതിയിൽ പ്രതിഷേധാർഹമാണെന്നുമാണ് ഈ നാട്ടുകാർ പറയുന്നത്. നിലവിൽ വനം വകുപ്പ് 10 ലക്ഷം രൂപ 10 ലക്ഷം രൂപ ധനസഹായം കുടുംബത്തിന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ 5 ലക്ഷം രൂപ ഇന്ന് തന്നെ കുടുംബത്തിന് കൈമാറും. കൂടാതെ കുടുംബത്തിലെ ഒരാൾക്ക് താൽക്കാലിക ജോലി നൽകും. ഒപ്പം ഈ നിരന്തരമായ ഈ കാട്ടാനാക്രമണം നടക്കുന്ന സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പൂർണ്ണ പരിഹാരം എന്ന നിലയിൽ അതിനു വേണ്ടിയിട്ടുള്ള ആലോചനയുടെ ഭാഗമായി ഈ മാസം 30-ന് വനമന്ത്രി ഷിബു ബേബി ജോണും ഒപ്പം വയനാട്ടിലെ കൽപ്പറ്റ MLAയും കൃഷിമന്ത്രി കൂടിയായിട്ടുള്ള T സിദ്ദിഖ് ഉൾപ്പെടുന്ന അവരുടെ ഒരു വലിയ ഉന്നതതല യോഗം ചേരാനും ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. നിലവിൽ മരണപ്പെട്ട ജെസ്സിയുടെ മൃതദേഹം മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ആണ് ഉള്ളത്. ഇത് ഇൻക്വസ്റ്റിന് ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. സനീഷ്.